ഹലോ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അമ്പലത്തിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇന്നൊരു ക്ഷേത്ര ദർശനത്തിന് പോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിലാണ്. ഇതിൽ എത്ര പേർക്ക് ഈ അമ്പലത്തിനെ പറ്റി അറിയുമെന്നറിയില്ല. 101 പടിയുള്ള അമ്പലമായത് തിരുവങ്ങായൂർ മഹാശിവക്ഷേത്രം. കണ്ടോ ഇതിൻ്റെ സ്റ്റെപ്പുകൾ? പിന്നെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ മേലോട്ട് നടക്കുകയാണെങ്കിൽ പിന്നെയും സ്റ്റെപ്പുകൾ മേലോട്ടുണ്ട്. ഇത് പണ്ട് ധ്വനി സിനിമ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് പ്രേംനസീറും ജയഭാരതി ശോഭനയും ജയറാമും കൂടിയുള്ള ഒരു സീൻ ഈ സ്റ്റെപ്പും വന്നാൽ എടുത്തിട്ടുള്ളത്. ഈ പാറക്കുളം കണ്ടോ? ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഒരിക്കലും വറ്റൂല. അവിടെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇങ്ങനെ കെട്ടിയിട്ടില്ല. അങ്ങനെ കെട്ടിയിട്ട് ഇവരിതിൻ്റെ അകത്തുള്ള വെള്ളം പിന്നെ അമ്പലത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ട് വലയെല്ലാം ഇട്ടിട്ടുള്ളത്. ഈ അമ്പലത്തിൽ വന്നാൽ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ വിചാരിക്കും ഇത്രയും സ്റ്റെപ്പുള്ള പടിയല്ലേ നമുക്ക് കയറാൻ പറ്റുമോ? എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത്രയും കാലമായിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേയില്ല. ആ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിവിടെ വന്ന് തൊഴുമ്പോഴുള്ളൊരു സുഖം, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അത് വന്ന് നോക്കിയിട്ട് നമ്മളിവിടെ വന്നാലേ നമുക്കത് മനസ്സിലാവും. അത്രയും സുഖം. ഈ സ്റ്റെപ്പ് കയറുന്നൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുകയേയില്ല. എന്താണെന്നറിയില്ല, നമുക്ക് വന്നാൽ പിന്നെയും പിന്നെയും വരണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമായി ഈ അമ്പലം, തിരുവങ്ങായൂർ ക്ഷേത്രം. എന്നുവെച്ചാൽ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ. ഫുള്ള് പാറയും കാടും ഒക്കെ ആയിട്ട്. ഇവിടെ എങ്ങ് ദൂരെ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗോശാല കൃഷ്ണനാണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തിലും തൊഴുത് നമ്മളങ്ങനെ തിരിച്ചു പോകുന്ന. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബായ്.